തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിന് ഞങ്ങളോട് പഴിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഒരു വാജിവാഹനവും ഈ സ്വർണ്ണക്കൊള്ളയും തമ്മിൽ ബന്ധപ്പെടുത്താം. കോടാനുകോടി രൂപയുടെ സ്വർണ്ണക്കൊണ്ടയും ഈ കൊടിമരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഓടിൻ്റെ ഒരു വാജിവാഹനവും തമ്മിൽ കമ്പയർ ചെയ്ത് ഞങ്ങളെ പിടിക്കുക, ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. ഇപ്പോഴും എന്താ പറയുന്നത്? വാജിവാഹനത്തെ സ്വർണത്തിൻ്റെ കണക്കില്ല. ആരാണ്, ഏത് മൂഢനാണ് വാജിവാഹനത്തിൽ ഉപയോഗിച്ച ഈ ധ്വജപ്രതിഷ്ഠ ഉപയോഗിച്ച സ്വർണത്തിന് കണക്കില്ല എന്ന് പറയുന്ന ഏത് മൂഢനാണ്? പൈസ പിരിച്ചു എന്ന് പറയുന്നു. ഞങ്ങളാരും പൈസ പിരിച്ചിട്ടില്ല. ശബരിമല ദ്വാരപാലകർ, കട്ലപ്പടികൾ, വാതിലുകൾ ഇവയിലുള്ള സ്വർണം അടിച്ചു മാറ്റിയ തീവെട്ടിക്കൊള്ള, അത് CPMൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും നടത്തിയ ആ തീവെട്ടിക്കൊള്ള കേരള രാഷ്ട്രീയത്തിൽ ചരിത്രമായി, കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ വിഷയമായി മാറി. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ തന്നെ കൊണ്ടുപോകുന്നു എന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷം വന്നപ്പോൾ, കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ പരാജയത്തിൻ്റെ ഒരു കാരണവും അതാണ് എന്ന് വ്യക്തമായപ്പോൾ ഈ SITയിൽ ചില ആളുകളെ കടത്തിവിട്ട് ഞങ്ങളെപ്പോലെയുള്ള ദൈവവിശ്വാസികളായ ആളുകളെ, കോൺഗ്രസ്സുകാരായ ആളുകളെ കൂടി ഇതുമായി ബന്ധപ്പെടുത്തി ഇതിൻ്റെ ഗ്രാവിറ്റി കളയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാജിവാഹനത്തിൻ്റെ കഥ അറിയാമായിരുന്നിട്ടും നുണയായി പ്രചരിപ്പിച്ചത്. വാജിവാഹനം ചാനലുകളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ നൽകിയതാണ്. ആ വാജിവാഹനം നൽകിയ വാർത്താപത്രങ്ങളിൽ വന്നതാണ്. വാജിവാഹനം യജമാനൻ ആചാര്യന് കൊടുക്കുകയാണ് താന്ത്രിക വിധി. യജമാനൻ അത് ആചാര്യന് കൊടുത്തു. അത് ഉദ്യോഗസ്ഥന്മാർ അതിനു മുമ്പ് ഒരു ഓർഡർ ഉണ്ടായിരുന്നെങ്കിൽ ഔപചാരികമായി യജമാനൻ അത് ആചാര്യന് കൊടുത്തത് അത് വാങ്ങി ദേവസ്വം ബോർഡിൽ സൂക്ഷിക്കണമായിരുന്നുവെങ്കിൽ ദേവസ്വം കമ്മീഷണറുണ്ട്, ദേവസ്വം സെക്രട്ടറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്, അതുപോലെ തിരുവാഭരണ കമ്മീഷനുണ്ട്, ചീഫ് എഞ്ചിനീയറുണ്ട്. ഇവരാരും ചെയ്തില്ല. അത് തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിന് ഞങ്ങളോട് പഴിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഒരു വാജിവാഹനവും ഈ സ്വർണ്ണക്കൊള്ളയും തമ്മിൽ ബന്ധപ്പെടുത്താം. കോടാനുകോടി രൂപയുടെ സ്വർണ്ണക്കൊണ്ടയും ഈ കൊടിമരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഓടിൻ്റെ ഒരു വാജിവാഹനവും തമ്മിൽ കമ്പയർ ചെയ്ത് ഞങ്ങളെ പിടിക്കുക, ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. ഇപ്പോഴും എന്താ പറയുന്നത്? വാജിവാഹനത്തെ സ്വർണത്തിൻ്റെ കണക്കില്ല. ആരാണ്, ഏത് മൂഢനാണ് വാജിവാഹനത്തിൽ ഉപയോഗിച്ച ഈ ധ്വജപ്രതിഷ്ഠ ഉപയോഗിച്ച സ്വർണത്തിന് കണക്കില്ല എന്ന് പറയുന്ന ഏത് മൂഢനാണ്? കേരള ഹൈക്കോടതിയിൽ ASP കുറിപ്പ് കൊടുത്ത കണക്കിനകത്ത് ഓരോ ദിവസവും ഉപയോഗിച്ച രാവിലെ തൂക്കം എത്രയാണ്, വൈകുന്നേരം തൂക്കം എത്രയാണ് എന്ന് കാണിച്ചുകൊണ്ട് കൃത്യമായ കണക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊരു പബ്ലിക് ഡോക്യുമെൻ്റായി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പറയുന്നു സ്വർണത്തിന് കണക്കില്ല എന്ന് പറയുന്നു. പൈസ പിരിച്ചു എന്ന് പറയുന്നു. ഞങ്ങളാരും പൈസ പിരിച്ചിട്ടില്ല. ഇവിടെ ദേവസ്വത്തിന് വേണ്ടി കേരള ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറാണ് ഇത് മുഴുവൻ ചെയ്തത്. അഡ്വക്കേറ്റ് കമ്മീഷണർ ഒരു പൈസ പോലും സ്വർണ്ണ കൊടിമരം പണിയാൻ വാങ്ങിയിട്ടില്ല. അവിടെ തിരുമുറ്റം മോടി പിടിപ്പിക്കാൻ ടൈല് വാങ്ങാൻ വാങ്ങിയിട്ടുണ്ടാകാം, അവിടെ മണി കെട്ടാനായിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടാകാം, അവിടെ അന്നദാനത്തിന് പൈസ, അതെല്ലാം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ സോഴ്സുകൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ച പണം. അദ്ദേഹത്തിന് കൃത്യമായ കണക്കുണ്ട്. കൃത്യമായ കണക്ക് ദേവസ്വം ബോർഡിൻ്റെ കണക്കിൽ കൊടുക്കുകയും കൃത്യമായ കണക്ക് ഹൈക്കോടതിയിൽ കൊടുക്കുകയും ഹൈക്കോടതി അത് അംഗീകരിക്കുകയും വാജിവാഹനം നൽകിയ തന്ത്രിക്ക് നൽകിയ കാര്യം ഹൈക്കോടതി ശരിവെച്ചുകൊണ്ട് ആ കേസ് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് രണ്ടാമത് ആരാണ് ഉയർത്തിക്കൊണ്ടുവന്നത്, ഏത് മഠേനാണ് ഉയർത്തിക്കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മനഃപൂർവ്വം നുണ മാത്രം പറയുന്ന ചില ആളുകളുടെ ശൈലിയാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ആ റിപ്പോർട്ടിൽ ഓരോ ദിവസവും ഉപയോഗിച്ച കണക്കുകൾ, കൃത്യമായ കണക്കുകൾ, അതിനുപയോഗിച്ച സ്വർണം ഒരു ദിവസം രാവിലെ ഇത്ര ഗ്രാം, വൈകിട്ടായപ്പോൾ ഇത്ര ഗ്രാം കയറി, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കണക്ക് ഉണ്ട്. അതൊന്ന് മറിച്ച് നോക്കാൻ പറയൂ നിങ്ങളുടെ ആളുകളോട്. കൃത്യമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ സ്വർണത്തെക്കുറിച്ച്. ബാക്കി 10 ചില്ലാൻ ലക്ഷം രൂപ
ബാക്കിയുള്ളത് അദ്ദേഹം ദേവസ്വം ബോർഡ് തിരിച്ചടക്കുകയും ഉണ്ടായി. അതുപോലെ വളരെ കൃത്യമായി ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നുമില്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അജ്ഞത നടിക്കുന്നു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള അജ്ഞത, ഇത് രണ്ടുമാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത്.